ഇപ്പം മഴ പെയ്യുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു പേടിയാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന ഷെഡിൻ്റെ ചുറ്റും നിറച്ച് മരങ്ങളല്ലേ. ഒരു പ്രാവശ്യം മഴയ്ക്ക് മരം ഷെഡിൻ്റെ മുകളിൽ വീണത് കൊണ്ട് ആ ഒരു പേടി മനസ്സിലെപ്പോഴും ഉണ്ട്. കുറച്ച് പേരൊക്കെ കമൻസിലായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് സേഫാണെന്നൊക്കെ. ഇതുവരെ നമ്മൾ സേഫാണ്, കുഴപ്പമൊന്നും. മഴയൊന്ന് തോർന്നപ്പോഴത്തേക്ക് നമ്മുടെ പണി നടക്കുന്ന വീടിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ നിന്ന് കാണുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, കിടിലാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ ഷെഡിൻ്റെ മുൻഭാഗമാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു വൃത്തികേടാണ്. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും മഴ അതിശക്തമായി പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു, നല്ല കാറ്റും മഴയായിരുന്നു. പിന്നെ വൈകുന്നേരം നമുക്ക് ചപ്പാത്തിയാണ് പൊതുവേ. ഉമ്മായി ഷിനാജും ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ പിന്നെ ചോറാണ്, എനിക്ക് ചോറ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചോറാണ് കഴിക്കാറ്. ഉമ്മ മാവ് കുഴച്ച് പരത്തി തരും, ഞാൻ ചുട്ടെടുക്കും. അങ്ങനെയാണ് കേട്ടോ ഇതുവരെയും. ഞാൻ പല പ്രാവശ്യവും ചപ്പാത്തി ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ സക്സസ് ആയിട്ടില്ല, ഫെയിലായിട്ടുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്നത് റെഡിയാവത്തില്ല, അല്ലെങ്കിൽ പരത്തുന്നത് റെഡിയാവത്തില്ല. ഇത് കണ്ടില്ല, എൻ്റെ പരത്തലിൻ്റെ ഗുണമാണിത്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പോലെ ഇരിക്കും, ഒരിക്കലും റൗണ്ട് കറക്റ്റായി വരത്തില്ല ഞാൻ പരത്തുമ്പോഴത്തേക്കും. അത് ആദ്യം അങ്ങനെ തന്നെയാണല്ലോ, എപ്പോഴും ഉമ്മ പറയും ആദ്യം അങ്ങനെയാണ്, നമ്മൾ പരത്തുമ്പം രൂപം കോലമൊക്കെ വേറെ ആയിരിക്കും, പിന്നെ പരത്തി അത് സെറ്റ് ആകുമെന്ന്. 2-3 പരത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു ഞാൻ തന്നെ പരത്തിക്കോളാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് അത് വാങ്ങിച്ച്. പിന്നെ എനിക്ക് ചോറിന് വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, അതായത് എനിക്ക് എന്തെങ്കിലും വെജിറ്റബിൾ എപ്പോഴും വേണം. അപ്പം ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ പെട്ടെന്ന് മെഴുക്കുവരട്ടാന്ന് വിചാരിച്ചു. ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് മുളക് പൊടി ഇടണം. ആ മുളക് പൊടി ഇടുമ്പോൾ തന്നെ നമ്മൾ വഴുതനങ്ങ ഇതിലോട്ട് ഇടണം. ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തത്, ചെറിയുള്ളിയ സബോള എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ വഴുതനങ്ങ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അങ്ങനെ വഴുതനങ്ങ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അപ്പോഴാണ് ഓർമ്മ രാവിലത്തേക്കുള്ള അരി അരച്ച് വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു വേഗം പോയി അരി അരച്ചോ, ഞാൻ ചുട്ടോളം ചപ്പാത്തി, കാരണം എങ്ങാനും കറണ്ട് പോയാൽ നമ്മൾ പെടും. ഇപ്പോൾ ഈ ഒരു മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നത് കൊണ്ട്, ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് കറണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ട്, പോയാൽ ഒട്ട് വരുത്തുമില്ല. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഇതിട്ടാൽ നല്ല സുഖമാണ്. അങ്ങനെ അരിയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ച്, കല്യാണത്തിന് മുമ്പ് എൻ്റെ ഉമ്മ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുമ്പോൾ തിന്നുന്നതല്ലാണ്ട് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ABCD എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതിപ്പോൾ ഒട്ടുമിക്ക പെൺപിള്ളേരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. എൻ്റെ നാത്തൂനാണ് അരി അരക്കാനൊക്കെ എന്നെ പഠിപ്പിച്ച് തന്നത്. അപ്പോൾ ദേ വഴുതനങ്ങ സെറ്റായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.